നമസ്കാരം. ആരോപണമെല്ലാം പോലീസ് ചോദ്യം ചെയ്യലിൽ നിഷേധിച്ച് ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂർ താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ബോബി പറഞ്ഞത്. പരാമർശങ്ങൾ ദുരുദ്ദേശപരമായിരുന്നില്ല. അഭിമുഖങ്ങളിലടക്കം പങ്കുവച്ചത് പുരാണത്തിലെ കാര്യങ്ങളാണെന്നും അശ്ലീല പദപ്രയോഗങ്ങളാണെന്നത് തെറ്റിദ്ധാരണ മാത്രമാണെന്നും ബോബി പോലീസിനോട് വിശദീകരിച്ചു. പുരാണം പറഞ്ഞതിന് അറസ്റ്റിലായ വ്യക്തിയാണ് താനെന്ന നിലപാടിലാണ് ബോബി ഇപ്പോഴും. ബോബിയുടെ ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫോറൻസിക് പരിശോധനാ ഫലം നിർണായകമാണ്. 2024 ഓഗസ്റ്റ് 7 കണ്ണൂർ ആലക്കോടുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ ഷോറൂം ഉദ്ഘാടനത്തിനിടെ ലൈംഗിക ഉദ്ദേശത്തോടെ ഹണി റോസിനെ പിടിച്ചു കറക്കുകയും ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയും ചെയ്തുവെന്നാണ് എഫ്ഐആറിലുള്ളത്. പിന്നീട് മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചപ്പോൾ പ്രതികാര ബുദ്ധിയോടെയും പരസ്യമായി ലൈംഗിക ധ്വനിയോടെയും പരാമർശങ്ങൾ നടത്തി. തുടർന്ന് സമാന പരാമർശങ്ങൾ ജാങ്കോ സ്പേസ് എന്ന യൂട്യൂബ് ചാനൽ വഴി അടക്കം പ്രചരിപ്പിച്ചു. സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നു. ലൈംഗിക അധിക്ഷേപത്തിനും അതിക്രമത്തിനും ഭാരതീയ ന്യായ സംഹിതയിലെ 75(1)(4) വകുപ്പുകളും IT ആക്ടിലെ 67-ാം വകുപ്പും പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ലൈംഗിക അതിക്രമം ജാമ്യമില്ലാ വകുപ്പായതിനാൽ പ്രതിക്ക് ജാമ്യത്തിനായി കോടതിയെ സമീപിക്കേണ്ടി വരും. എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹണി റോസ് ഇന്നലെ മൊഴി നൽകി. ഇതിന്റെ പകർപ്പും അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെടും. പകർപ്പ് ലഭിച്ച ശേഷം ബോബിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. അങ്ങനെ വന്നാൽ ബോബി കൂടുതൽ കുരുക്കിലാകും. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതിനാൽ ബോബിയുടെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കും. രാമൻപിള്ള അസോസിയേറ്റ്സ് ആണ് ബോബിക്ക് വേണ്ടി ഹാജരാകുന്നത്. അഡ്വക്കേറ്റ് ബി രാമൻപിള്ള നേരിട്ടെത്തുമെന്ന് സൂചനയുണ്ട്. ADGP മനോജ് എബ്രഹാം, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ തുടങ്ങിയവരെ കണ്ട് പരാതി അറിയിച്ച ഹണി റോസിന് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്നുള്ള പിന്തുണ ഉറപ്പുകിട്ടിയിരുന്നു. അതിനുശേഷമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി ഹണി റോസ് നൽകിയത്. മുൻകൂർ ജാമ്യം തേടാനും അതുവരെ ഒളിവിൽ പോകാനും വരെയുള്ള സാധ്യത അടച്ചുകൊണ്ടായിരുന്നു ബോബിയുടെ അറസ്റ്റ്. ഹണി റോസിന്റെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് വയനാട് ബോച്ച എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് എത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അതിനു മുൻപ് തന്നെ എസ്റ്റേറ്റ് പരിസരവും പോലീസ് വലയത്തിലാക്കി. ബോബിയെ പിന്തുടർന്ന് തലേന്ന് തന്നെ കൊച്ചി പോലീസ് വയനാട്ടിലെത്തിയിരുന്നു. ഇന്നലെ രാവിലെ ബോബി പുറത്തേക്ക് ഇറങ്ങിയതും പോലീസുകാർ വാഹനം വളഞ്ഞു. കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ എതിർപ്പ് പ്രകടിപ്പിക്കാതെ വണ്ടിയിൽ നിന്നിറങ്ങി. പിന്നീട് ബോബിയുമായി മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ കൽപ്പറ്റ പുത്തൂർ വയലിലെ എയർ ക്യാമ്പിലേക്ക് പുറപ്പെട്ടു. 12 മണിയോടെ ക്യാമ്പിന്റെ 2ാം ഗേറ്റിലൂടെ ബോബിയുമായി പോലീസ് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ കൊച്ചിയിലേക്ക്. ബോബിയുടെ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ മുതൽ ബോബി ചെമ്മണ്ണൂർ നിരീക്ഷണത്തിലായിരുന്നു. വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് യാത്ര തുടങ്ങിയ ബോബിയെ കാറ് തടഞ്ഞാണ് കസ്റ്റഡിയിലെടുത്തത്. പോലീസിന്റെ ജീപ്പ് എത്തിച്ച് കൊച്ചിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. സ്വന്തം വാഹനത്തിലെത്താമെന്ന് പറഞ്ഞെങ്കിലും പോലീസ് സമ്മതിച്ചില്ല. തെറ്റ് ചെയ്തിട്ടില്ലെന്നും സംഭാഷണത്തെ ദ്വയാർത്ഥമായി എടുത്തതാണെന്നും സ്റ്റേഷനിലേക്ക് കയറും വഴി ബോബി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. പിന്തുണ നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ADGP മനോജ് എബ്രഹാം, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ, DCP അശ്വതി ജിജി, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ, ഒപ്പം നിന്ന രാഷ്ട്രീയ നേതാക്കൾ, മാധ്യമപ്രവർത്തകർ, സുഹൃത്തുക്കൾ തുടങ്ങിയവർക്ക് ഹണി റോസ് സമൂഹ മാധ്യമത്തിലൂടെ നന്ദി അറിയിച്ചിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ദ്വയാർത്ഥ പ്രയോഗം നടത്തി അപമാനിക്കുന്നുവെന്ന് കാട്ടി കഴിഞ്ഞ ദിവസമാണ് ഹണി റോസ് എറണാകുളം ടൗൺ സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത്. പിന്നാലെ മുൻകൂർ ജാമ്യത്തിന് പോലും സമയം നൽകാതെയായിരുന്നു പോലീസിന്റെ അറസ്റ്റ് നടപടികൾ. കൊച്ചിയിൽ നിന്നെത്തിയ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ രാവിലെ 7:30 മേപ്പാടിയിൽ നിന്ന് റിസോർട്ടിലെത്തിയ ബോബിയെ കസ്റ്റഡിയിലെടുത്തു. വയനാട് SP തബോഷ് ബസുമതാരിയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. സ്വകാര്യ വാഹനത്തിലാണ് പോലീസ് 1000 ഏക്കർ റിസോർട്ടിലെത്തിയത്. വയനാട് SP തബോഷ് ബസുമതാരിയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. സ്വകാര്യ വാഹനത്തിലാണ് പോലീസ് 1000 ഏക്കർ റിസോർട്ടിലെത്തിയത്.